അല്ല മീനുപക്ഷി, നീ ഇത്രയും മഴയത്ത് കുട്ടികളോടൊപ്പം എവിടേക്കാ പോകുന്നത്? നിങ്ങൾക്ക് വീട്ടിലിരുന്നൂടെ? ആ മാവേ, ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഗോൾഡി പരുന്ത് എന്റെ മേൽ കുറ്റം ചുമത്തി മറ്റു പക്ഷികൾ എന്നെ എന്റെ വീട്ടിൽ നിന്നും പുറത്താക്കി. ആ ദുഷ്ടന്റെ ജോലി തന്നെ ഇതാണ്. ഒരു പ്രശ്നമില്ല, ഇനി നിനക്ക് സുഖമായി താമസിക്കാം. ഇനി നിങ്ങൾക്ക് ആരെയും കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അയ്യോ, ഞാൻ എവിടെയാണ് താമസിക്കുക? ആദ്യം നീ നിന്റെ വിശപ്പടക്ക്. അതും പറഞ്ഞ് 4 മാങ്ങകൾ താഴെയിട്ടു. ഹായ്, എത്ര വലിയ മാങ്ങകൾ! കുട്ടികൾ സന്തോഷത്തോടെ മാങ്ങ തിന്നാൻ തുടങ്ങി. അവരെ കണ്ട് മീനുവിന് സന്തോഷമായി. പിന്നെ അവളും മാമ്പഴം കഴിക്കുവാൻ തുടങ്ങി. അതിനുശേഷം അവൾ പറഞ്ഞു, നന്ദിയുണ്ട് മാവേ, ഞങ്ങൾ ഇനി പോകുകയാണ്. വേണ്ട, നിങ്ങൾ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് മാമ്പഴ വീടുണ്ടാക്കി തരാം. എന്താ പറഞ്ഞത്? മാമ്പഴ വീടോ? അതെങ്ങനെ? ദാ ഇപ്പൊ കണ്ടോ? ഇതും പറഞ്ഞ് അത് മുഴുവൻ മാങ്ങയും താഴെയിട്ടു. പിന്നെ ആ മാമ്പഴത്തിന്റെ വീടുണ്ടാക്കി. ഹായ്, ഇത് എത്ര സുന്ദരമായ വീടാണ്. അമ്മേ, നമ്മൾ അതിൽ കയറിക്കോട്ടെ? എന്തുകൊണ്ടില്ല കുട്ടികളെ, നിങ്ങളും മീനുവും ഇതിൽ സുഖമായി താമസിച്ചോളൂ. ഇത് കേട്ട് കുട്ടികൾക്ക് സന്തോഷമായി.